ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കീപ് ഓൺ സ്ട്രൈവിംഗ് ടു എൻറ്റർ ത്രൂ ദി നാരോ ഡോർസ്. ഇടുക്കുവാതിലിൽ കൂടി കയറുവാൻ പോരാടുവിൻ. സ്വർഗരാജ്യത്തെ പറ്റി ചോദിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന മറുപടിയാണ്. കുറച്ചുനാൾ മുമ്പ് കേട്ട ഒരു കഥ ഇങ്ങനെയാണ്. രണ്ട് ചെറുപ്പക്കാര് ഒരു മല കയറാൻ വേണ്ടി പോവുകയാണ്. വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് ഈ മല. അതിന്റെ മുകളിലെത്തുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഒരു സ്വപ്നമാണ്. ഇവർ രണ്ടുപേരുടെ ഈ മലയുടെ ചുവട്ടിൽ വരുന്നു. മലയിലേക്ക് കയറുവാൻ 3 വാതിലുകളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ 3 വഴികളിൽ കൂടിയും നമുക്ക് ഈ മലയുടെ മുകളിൽ എത്തുവാൻ സാധിക്കും. ഈ രണ്ടുപേരും കൂടി ആദ്യത്തെ വഴിയുടെ മുമ്പിൽ വരുന്നു. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കുമ്പോൾ അവര് പറയുന്നു, ഈ വഴി ഇച്ചിരി കാഠിന്യം കൂടിയതാണ്, അതുകൊണ്ട് വേറൊരു വഴിയിൽ കൂടി പോകുന്നതാകാം നല്ലത്, അല്ലെങ്കിൽ ഇച്ചിരി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ ഈ വഴി നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഒന്നാമത്തവൻ ആ വഴിയിൽ കൂടി നടന്നു കയറി പോവുകയാണ്. രണ്ടാമത്തവൻ ആ വഴി അത്ര ഇഷ്ടപ്പെടാഞ്ഞിട്ട് 2 വഴികൾ കൂടി ഉണ്ടല്ലോ, ആ വഴികളെ പറ്റി കൂടി പഠിക്കാമെന്നുള്ള ചിന്തയോടുകൂടി രണ്ടാമത്തെ വഴിയിൽ ചെല്ലുന്നു. രണ്ടാമത്തെ വഴിയിൽ ചെല്ലുമ്പോൾ കുറെ ആൾക്കാരോട് ഇറങ്ങി വരുന്നുണ്ട്. അവര് മലയുടെ മുകളിലേക്കുള്ള യാത്ര, അതിന്റെ കഷ്ടപ്പാടുകള്, അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകള് തുടങ്ങിയ കാര്യങ്ങളും ഒക്കെ ഇദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കുറേയും കൂടെ അറിവ് മലയെപ്പറ്റി കിട്ടുകയാണ്. അദ്ദേഹം വിചാരിക്കുന്നു, 2 വഴികളെ പറ്റി പഠിച്ചു, ഇനി 3ാമത്തെ വഴിയിൽ കൂടി പോയി ഒന്ന് അന്വേഷിക്കാം. അവിടെ ചെന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കച്ചവട സ്ഥലം കൂടിയാണ്. അവിടെ ഈ മലകയറ്റത്തിന് ആവശ്യമായിട്ടുള്ള ഷൂസുകള്, ചെറിയ ചെറിയ ഉപകരണങ്ങള്, ആവശ്യത്തിനുള്ള വസ്ത്രങ്ങള്, ഭക്ഷണങ്ങള്, വീണ്ടും ഓക്സിജൻ മുകളിൽ ചെന്നാൽ കുറയുവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനുള്ള കിറ്റുകളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ 3 വഴിയിലും ചെന്ന തീർത്ഥാടകൻ അവസാനം ഒരു തീരുമാനമെടുക്കുന്നു. എനിക്ക് ഈ മലയെപ്പറ്റി നല്ല അറിവ് കിട്ടി, ഇനി ഞാൻ മുകളിലേക്ക് പോകേണ്ടുന്ന കാര്യമില്ല. മലയുടെ മുകളിലെ അവസ്ഥ, അവിടുത്തെ കാലാവസ്ഥ, അതിലെ കഷ്ടപ്പാടുകള്, അതിലേക്ക് പോകുവാനുള്ള എളുപ്പ വഴികള്, അതിനാവശ്യമായ സാമഗ്രികൾ, ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് അറിവ് കിട്ടി. അതുകൊണ്ട് ഞാൻ ഇനിയും ഇതിനെപ്പറ്റി ഒരു ഗ്രന്ഥം രചിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മല കയറാതെ തിരികെ വരികയാണ്. പ്രിയപ്പെട്ടവരെ, സ്വർഗരാജ്യത്തെ പറ്റി ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ക്രിസ്തു നൽകുന്ന മറുപടി ഇതാണ്: സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുക്കമുള്ള വഴിയാണ്, അത് പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴിയാണ് എന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് ഭൂമിയിൽ ധനവാനെ പോലെ ജീവിക്കുവാനും സ്വർഗത്തിൽ ലാസറിനെ പോലെ ജീവിക്കുവാനുമാണ്. അത് അത്ര സാധ്യമാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇവിടെ തമ്പുരാൻ പറയുന്നത് ഇത് ഒരു യുദ്ധമാണെന്നാണ്. നന്മയും തിന്മയും തമ്മിലുള്ള ഒരു യുദ്ധം. എപ്പോഴൊക്കെയാണോ നമുക്ക് നന്മയുടെ കൂടെ നിൽക്കുവാൻ സാധിക്കുന്നത്, നന്മയെ മുറുകെ പിടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കുന്നത്, അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ദൈവ സാന്നിധ്യം തിരിച്ചറിയുവാൻ സാധ്യമാകൂ എന്നാണ് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ മുമ്പേ പറഞ്ഞ കഥയിൽ തന്നെ ആദ്യത്തെ ഒരാള് മലയുടെ മുകളിലേക്ക് കയറിപ്പോയെന്ന് പറയുന്നുണ്ട്. ആൾക്കാരൊക്കെ അവനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്. അവൻ പറയുന്നത് ഒരു മൗനത്തിന്റെ കഥ മാത്രമാണ്. അവൻ പറയുന്നു, ഈ മലയുടെ മുകളിൽ എത്തുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അനുഭവമാണ്. എന്നാൽ മുകളിലെത്താത്തവൻ ഇതിനെപ്പറ്റി വളരെയേറെ വാചാലനാകുന്നുമുണ്ട്. പ്രിയപ്പെട്ടവരെ, വാചാലതയിലല്ല, ജീവിത വിശുദ്ധിയിലും ആത്മീകതയുടെ അനുഭവത്തിലുമാണ് സ്വർഗരാജ്യം അടങ്ങിയിരിക്കുന്നത്. ഇന്ന് എന്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു ചെറിയ കാർട്ടൂൺ ഉണ്ട്. അതിങ്ങനെയാണ്: ഒരു ചെറിയ കുടത്തിന്റെ അകത്ത് ഒരു മത്സ്യം കിടപ്പുണ്ട്. ആ കുടം എന്ന് പറയുന്നത് ഒരു സമുദ്രത്തിന്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ അകത്ത് എഴുതിയിരിക്കുന്നത്, കുടത്തിന്റെ അകത്ത് റിലീജിയൻ എന്നും എഴുതിയിരിക്കുന്നു, സമുദ്രത്തിൽ സ്പിരിച്വാലിറ്റി എന്നും എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും രണ്ടാണ്. ഇന്ന് പലപ്പോഴും നമ്മള് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടതാണ്. എന്നാൽ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് തിരിച്ചറിഞ്ഞവരാണ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയും പരിമല തിരുമേനിയെ പോലെയുള്ള വിശുദ്ധന്മാരായ മനുഷ്യര്. നമ്മുടെ ജീവിതത്തിലും ആ ആത്മീകതയുടെ മാധുര്യം അനുഭവിക്കുവാൻ ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ക്രിസ്തു ഇവിടെ പറയുന്നു,
പലരും കടക്കുവാൻ നോക്കിയിട്ടും ഇതിലേക്ക് കടക്കുവാൻ കഴിയുന്നില്ല. കഥ കടച്ചതിന് ശേഷം കർത്താവെ തുറന്നു തരണമെന്ന് പറയുമ്പോ അവൻ നൽകുന്ന മറുപടി ഇതാണ്: നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല. അതിന് ഇവിടെ ഉത്തരമായിട്ട് ആൾക്കാർ പറയുന്നു, ഞങ്ങൾ തിന്നുകുടിച്ചപ്പോൾ നീ അതിലൂടെ പോകുന്നതൊക്കെ ഞങ്ങൾ കണ്ടായിരുന്നു അല്ലെങ്കിൽ കേട്ടായിരുന്നു എന്ന്. പലപ്പോഴും ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, ക്രിസ്തുവിനെ പറ്റിയും അവന്റെ വചനങ്ങളെ പറ്റിയൊക്കെ നമുക്ക് നല്ല ധാരണയുണ്ട്. ചെറുപ്പകാലത്തൊക്കെ റേഷൻ കടയിലേക്ക് നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരു 1.5 കിലോമീറ്റർ നടന്നാലാണ് റേഷൻ കടയിൽ എത്തുന്നത്. ഒരു ചെറിയ മദ്യശാലയുടെ മുമ്പിൽ കൂടിയാണ് ഈ റേഷൻ കടയിലേക്ക് പോകുന്നത്. ഈ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് ആ റേഷൻ കടയിലേക്ക് ചെല്ലുമ്പോ അവിടെ പലപ്പോഴും ഉയരുന്ന സംഗീതം എന്ന് പറയുന്നത് വിശുദ്ധ കുർബാനയിലെ പാട്ടുകളും പ്രാർത്ഥനകളുമൊക്കെ ഉച്ചത്തിൽ ചൊല്ലുന്ന മദ്യപാന്മാരെ കേൾക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നൽകുന്ന ഒരു വലിയ ചോദ്യം ഇങ്ങനെയല്ലേ: അവർക്ക് നന്നായിട്ട് പാട്ട് പാടുവാൻ അറിയാം, വിശുദ്ധ കുർബാനയെ പറ്റി അറിയാം, ക്രിസ്തുവിനെ പറ്റി അറിയാം. പക്ഷെ അതൊരു അനുഭവമാക്കുവാൻ സാധിക്കുന്നില്ല. ക്രിസ്തുവിനെ ഒരു അനുഭവമാക്കുവാൻ സാധിക്കുന്നില്ല. ഇവിടെ ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ തിന്നു കുടിച്ച് മദ്യപിച്ച് നടന്നപ്പോൾ സുവിശേഷം നിങ്ങളുടെ പരിസരത്തുണ്ടായിരുന്നു, പക്ഷെ അതിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുവാൻ സാധിക്കാതെ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതം അത് നന്മ ചെയ്യുവാനും സത്യസന്ധതയോടുകൂടെ മുമ്പോട്ട് പോകുവാനും നീതിക്ക് വേണ്ടി നിലനിൽക്കുവാനും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനുമുള്ളതാണ്. ഇന്ന് പലപ്പോഴും അത് അനീതിയും അഴിമതിയും മദ്യപാനവും സ്വജനപക്ഷപാതവും വർഗീയതയുമായിട്ട് അധപ്പതിക്കുമ്പോ ക്രിസ്തു എന്ന് പറയുന്ന ആ അനുഭവം നമുക്ക് നഷ്ടമായി പോവുകയാണ്. ഇവിടെയാണ് സക്കായി എന്ന് പറയുന്ന ആൾ വ്യത്യസ്തനാകുന്നത്. ക്രിസ്തുവിനെ അവൻ തിരിച്ചറിയുമ്പോൾ, ക്രിസ്തു തന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ സക്കായി പറയുന്നു, കർത്താവെ, ഞാൻ അന്യായമായി വാങ്ങിച്ചത് മടങ്ങുകളായിട്ട് തിരിച്ചു കൊടുക്കാം, എന്റെ ജീവിതത്തിലുള്ളത് മൊത്തം ഞാൻ മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സ്വന്തമാക്കുന്ന സക്കായിയാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നൽകുന്ന വലിയ സന്ദേശം നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോൾ ഒരു പുതിയ ജീവിതക്രമത്തിലേക്ക് നമ്മൾ മാറുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ വിശുദ്ധ വേദഭാഗം നമ്മളോട് പറഞ്ഞു തരുന്ന ഏറ്റവും വലിയ സന്ദേശം, ജീവിതത്തിൽ തെരഞ്ഞെടുക്കേണ്ടുന്ന മാർഗം അത് അല്പം ഇടുങ്ങിയതാണെങ്കിൽ കൂടി നന്മയുടെ മാർഗം തിരഞ്ഞെടുക്കാം. ഒരുപക്ഷെ നമുക്ക് വലിയ സമ്പന്നൻ എന്നുള്ള പേരോ സമൂഹത്തിലെ വലിയ സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ വലിയ ആരാധക വൃന്ദങ്ങളോ ഒന്നും കാണത്തില്ല. പക്ഷെ ക്രിസ്തു നൽകുന്ന ആ മാർഗം അത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗമാണ്. ആ മാർഗത്തിൽ കൂടി യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.